ക്രിസ്തീയ സഭയിലെ ഏറ്റവും പുരാതനവും മനോഹരവുമായ ആഘോഷങ്ങളിൽ ഒന്നാണ് മെഴുകുതിരി പെരുന്നാൾ. എല്ലാ വർഷവും ഫെബ്രുവരി 2-ാം തീയതിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ ദിനം ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിന് പ്രധാനമായും 3 വശങ്ങളുണ്ട്. 1. കാഴ്ചവെപ്പ്. ഉണ്ണീശോ ജനിച്ച് 40-ാം ദിവസം മാതാപിതാക്കൾ അവനെ ദൈവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മ. 2. പ്രകാശത്തിന്റെ പ്രഖ്യാപനം. യേശുവിനെ ലോകത്തിന്റെ പ്രകാശം എന്ന് വിശുദ്ധ ശിമയോൻ വിളിച്ചതിന്റെ സ്മരണ. ഇതിനെ സൂചിപ്പിക്കാനാണ് വിശ്വാസികൾ പള്ളിയിൽ മെഴുകുതിരികൾ കത്തിക്കുന്നത്. 3. ശുദ്ധീകരണം. യഹൂദ നിയമപ്രകാരം പരിശുദ്ധ മറിയം തന്റെ ശുദ്ധീകരണ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ദിനം. കേരളത്തിലെ സഭകളിൽ ഈ ദിവസം മെഴുകുതിരികൾ വെഞ്ചരിക്കുകയും ബ്ലെസ്സിംഗ് അവ വിശ്വാസികൾ തങ്ങളുടെ വീടുകളിൽ ഭക്തിപൂർവ്വം സൂക്ഷിക്കുകയും ചെയ്യുന്നു. പെരുന്നാൾ മെഴുകുതിരികൾ വെഞ്ചരിക്കുകയും ബ്ലെസ്സിംഗ് പ്രകാശത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നതിനാലാണ് ഈ പേര് വന്നത്. കാഴ്ചവെപ്പ് പെരുന്നാൾ ഉണ്ണീശോയെ ദൈവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മ പുതുക്കുന്നതിനാൽ ഇങ്ങനെയും അറിയപ്പെടുന്നു. ശുദ്ധീകരണ പെരുന്നാൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശുദ്ധീകരണത്തെ അനുസ്മരിക്കുന്നതിനാലാണ് ഈ പേര്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രകാശത്തിന്റെ പ്രതീകം. ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഈ ദിവസം പ്രഖ്യാപിക്കുന്നു. മെഴുകുതിരി വെഞ്ചരിപ്പ്. പള്ളികളിൽ വിശ്വാസികൾ മെഴുകുതിരികൾ കൊണ്ടുവരികയും വൈദികൻ അവ വെഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ മെഴുകുതിരികൾ വിശ്വാസികൾ വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. ആഘോഷം. ക്രിസ്മസ് കാലഘട്ടത്തിന്റെ ഔദ്യോഗികമായ സമാപനമായും പലയിടങ്ങളിലും ഈ ദിവസത്തെ കണക്കാക്കുന്നു. നൽകുന്നു. 1. തൊണ്ട വെഞ്ചരിപ്പ്. സെയിന്റ് ബ്ലേസ് ഡേ കണക്ഷൻ. മെഴുകുതിരി പെരുന്നാളിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണിത്. ഫെബ്രുവരി 2-ന് വെഞ്ചരിച്ച മെഴുകുതിരികൾ ഉപയോഗിച്ച് ഫെബ്രുവരി 3-ന് സെന്റ് ബ്ലേസ് പുണ്യവാളന്റെ ദിനം വിശ്വാസികളുടെ തൊണ്ട വെഞ്ചരിക്കുന്നു. ആചാരം. 2 മെഴുകുതിരികൾ കുരിശുരൂപത്തിൽ ചേർത്ത് പിടിച്ച് വിശ്വാസികളുടെ തൊണ്ടയിൽ സ്പർശിച്ചുകൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്നു. ഐതിഹ്യം. തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങി മരണാസന്നനായ ഒരു കുട്ടിയെ വിശുദ്ധ ബ്ലേസ് രക്ഷിച്ചു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ ആചാരം. കർഷകർക്കിടയിൽ ഈ ദിവസത്തെക്കുറിച്ച് ചില പഴയ വിശ്വാസങ്ങളുണ്ട്. മെഴുകുതിരി പെരുന്നാൾ ദിവസം നല്ല വെയിലുള്ള തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ശൈത്യകാലം അല്ലെങ്കിൽ വേനലിന്റെ കടുപ്പം ഇനിയും നീണ്ടു നിൽക്കുമെന്നും മറിച്ച് മഴയോ കാറ്റോ ഉണ്ടെങ്കിൽ അത് ആ വർഷത്തെ നല്ല വിളവെടുപ്പിന്റെ സൂചനയാണെന്നും ചിലർ വിശ്വസിച്ചിരുന്നു. കാൻഡിൽമാസ് ഡേ ബി ഫെയർ ആൻഡ് ബ്രൈറ്റ്, വിന്റർ വിൽ ഹാവ് അനദർ ഫ്ലൈറ്റ് എന്ന ആഗോള ചൊല്ലിന്റെ സ്വാധീനം മലയാളി ക്രൈസ്തവ പാരമ്പര്യങ്ങളിലും കാണാം. 4. ഐതിഹ്യവും ശിമയോനും. ദ മിത്ത് ഓഫ് സിമിയോൻ. ഉണ്ണീശോയെ കാണാൻ വർഷങ്ങളോളം കാത്തിരുന്ന ശിമയോൻ എന്ന വൃദ്ധന്റെ കഥയാണ് ഈ പെരുന്നാളിന്റെ അടിസ്ഥാനം. ഐതിഹ്യം. ലോകരക്ഷകനെ കാണാതെ താൻ മരിക്കില്ല എന്ന് പരിശുദ്ധാത്മാവ് ശിമയോന് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 200 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു എന്നാണ് ചില ഐതിഹ്യങ്ങൾ പറയുന്നത്. ഒടുവിൽ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നൂങ് ഡിമിറ്റീസ് എന്ന പ്രശസ്തമായ പ്രാർത്ഥനയായി മാറിയത്. 5. വീടുകളിലെ കാവൽ വെളിച്ചം. വെഞ്ചരിച്ച മെഴുകുതിരികൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് കേരളത്തിലെ ഒരു പ്രധാന ആചാരമാണ്. മന്ത്രവാദവും ദൃഷ്ടിയും. പണ്ടുകാലത്ത് ദുഷ്ടശക്തികളിൽ നിന്നും കണ്ണേറിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഈ മെഴുകുതിരികൾ വീടിന്റെ ഉമ്മറത്ത് കത്തിച്ചു വെക്കുന്ന പതിവുണ്ടായിരുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ. ശക്തമായ ഇടിമിന്നലോ മഴയോ ഉണ്ടാകുമ്പോൾ ഈ മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചാൽ അപകടങ്ങൾ ഒഴിവാകുമെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു.